عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وآل كل الصحابة الفائزين بالله أما بعد. നിങ്ങളെ ഇന്നു മുതൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കരുത് അള്ളാഹുയുടെ പരിശുദ്ധമായ ഖുർആനായ കലാമായ ഖുർആനായ ആ ഗ്രന്ഥത്തെ ശ്രദ്ധേയ സൂറത്തായ യാസീനെ സംബന്ധിച്ചിട്ടായിരിക്കും. യാസീൻ സൂറ നമ്മൾ എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്ന സൂറത്തായിരിക്കും. അതിലെ ഉള്ളടക്കങ്ങളായ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കണായ അതിലുള്ള പാഠങ്ങളായ വിഷയങ്ങളാണ് ഞങ്ങൾ ഇൻഷാ അല്ലാഹ് പഠിക്കാൻ ഉദ്ദേശിക്കരുത്. പരിശുദ്ധമായ ഖുർആൻ അതിലെ ഗൗരവവും അതിലെ മഹത്വവും ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓർമ്മയ്ക്കോട്ടേ വേണം. പരിശുദ്ധമായ ഖുർആൻ റമദാനുമായി വലിയ ബന്ധമുണ്ട്. റമദാൻ്റെ മഹത്വമായിട്ട് ഖുർആൻ ബണ്ണിസിയുണ്ട്. ഖുർആൻ ചൊന്നുകൊണ്ടുള്ള വിഷയം ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ തിങ്കളുണ്ടായിരിക്കരുത്. റമദാനും ഖുർആനായിട്ട് വലിയ ബന്ധമാണുള്ളത്. ഖുർആൻ അള്ളാഹുടെ കലാമായിരിക്കും. മനുഷ്യന്മാർ ഒരേ ഒരാളുടെ കൂടെ ഒരു കൈക്കടത്തൽ കൂടെ നടത്താത്ത പൂർണ്ണമായ ഇലാഹിയായ അള്ളാഹുവിൽ നിന്നിറങ്ങിയതായ കിതാബാണ്. അള്ളാഹുവിൻ്റെ കലാമായിട്ട് ലോകത്ത് വന്ന 114 ഗ്രന്ഥങ്ങൾ. ഈ 114 ഗ്രന്ഥങ്ങളെ കൂടത്തിൽ ഖുർആൻ്റെ അത്ര ശ്രേഷ്ഠമായ ഗ്രന്ഥം വേറെതുമില്ല. അപ്പോൾ ലോകത്തുള്ള സർവ്വഗ്രന്ഥങ്ങളെ പൈക്കി അത്യുന്നത സ്ഥാനത്തിൽ നിൽക്കരുത് ഞങ്ങളെ നബിക്ക് ഇറങ്ങിയ ഞങ്ങൾക്ക് ശരീഅത്തായിട്ട് വന്നെങ്കിൽ ഖുർആനായിരിക്കും. ഖുർആനെ കാട്ടി മുന്നലോ ചെമ്പ കിതാബുകൾ ഇലാഹിയായ അള്ളാഹുടെ ഗ്രന്ഥങ്ങളായിട്ട് വന്നിട്ടുണ്ട്. തൗറാത്ത്, ഇഞ്ചീൽ, സുബൂർ അടക്കമുള്ള ഏടുകളെല്ലാം പലതും വന്നത്. പക്ഷെ ഇണ്ട് ഒരേ ഒരു കിതാബ് കൂടെ ഖുർആനല്ലാത്ത വേറെ ഒരേ ഒരു കിതാബ് കൂടെ നമുക്ക് തനതായ ശൈലിയിൽ അതേ ഒറിജിനാലിറ്റിയിൽ കിട്ടുക സാധ്യമേ ഇല്ല. അത് വാഹകന്മാരായ ആൾമാർ അങ്ങനെ കാലത്ത് കൊത്തിട്ടു, അങ്ങനെ തടി കൊത്തിട്ടു, അങ്ങനെ ആൾമാർ കൊത്തിട്ടു അവരെ ചേഞ്ചസ് ആക്കിയിട്ട് പല നിലക്കുള്ള മനുഷ്യന്മാരെ കൈക്കടത്തലുകൾക്ക് വിധേയമായിട്ടുണ്ട്. ഖുർആന് അത് ഇണ്ടുതോൽ മാത്രമല്ല ഖിയാമത്ത് തോൽ ഒരേ ഒരു നിലക്കുള്ള ആൾമാരുടെ കൈക്കടത്തലുകൾക്ക് വിധേയമാവാണ്ട് ഒരു ഹർഫ് കൂടെ ചേഞ്ചസ് ആവാണ്ട് നിലനിൽക്കൊടുവ് ചൊല്ലുന്ന വിഷയത്തിൽ സംശയമില്ല. നിലനിன்று മാത്രമല്ല അത് ഖിയാമത്ത് തോൽ അങ്ങനെ നിലനിൽക്കൊടു ചൊല്ലുന്ന വിഷയത്തിൽ സംശയമില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുത്തത് ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പരിശുദ്ധ ഖുർആനെ ഞങ്ങൾ ഇറക്കിയ അതിൽ ഞങ്ങളെ സംരക്ഷിക്കലാണ്. ഖുർആന്റെ സംരക്ഷണ ഖുർആൻ ഒരേ ഒരു ചേഞ്ചസ് ഇല്ലാണ്ട് അങ്ങനെ നിലനിൽക്കരുത് ചൊല്ലുന്ന വിഷയത്തെ അള്ളാഹുവാണ് ഏറ്റെടുത്തത്. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഅ്ജിസത്ത്, ആ മുഅ്ജിസത്തുകളെ പൈക്കി അത്യുന്നതമായ ഒരു മുഅ്ജിസത്താണ് ഖുർആൻ ചൊല്ലൽ. മുഅ്ജിസത്ത് ചൊല്ലുന്ന എന്തിന് ഞങ്ങളുടെ ഭാഷയിൽ പവാട അമാനുഷികത എന്ന ചൊല്ല. യഥാർത്ഥത്തിൽ മുഅ്ജിസത്തിലെ ഒറിജിനൽ അർത്ഥം എന്തിനാ? മനുഷ്യരെ കഴിവ് അതീതം, അഥവാ സാമാന്യ മനുഷ്യരെ കൊണ്ട് ആവാത്ത വിഷയത്തിലാണ് മുഅ്ജിസത്ത് ചൊല്ല്. സാമാന്യ മനുഷ്യരെ കൊണ്ടാവാത്തത്. അപ്പോൾ ഞങ്ങളെ പോലത്തെ ഒരു മനുഷ്യരെ കൊണ്ടിട്ടും അള്ളാഹു അല്ലാത്ത ലോകത്തുള്ള എല്ലാവരും കൂടിയിട്ട് ഒട്ടായെങ്കിലും ഖുർആൻ്റെ ഏറ്റവും ചെറിയൊരു സൂറത്തായ ഇന്നാ കൽക്കൗസർക്ക് സമാനമല്ല മുട്ടത്തെ സൂറത്ത് വരെ ഉണ്ടാക്കുകയോ ലോകത്ത് ആരെ കൊണ്ട് സാധ്യമായിട്ടില്ല, സാധ്യമാകുമില്ല. അത് പണ്ടേ ഖുർആൻ വിളിച്ച ഒരു പന്താഹ്വാനുണ്ട്. ഫൗതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി, ഒരു ചെറിയൊരു സൂറത്ത് തീരെ നിർത്തപ്പെടുന്നുണ്ട്.
ഖുർആൻ പോലത്തെ, ഖുർആൻ ഉള്ളത് പോലത്തെ ഒരു ചെറിയ സൂറത്ത് പോലത്തത് നിങ്ങൾ തീരെയും കരുത്ത പറിച്ചു ഖുർആൻ പന്താകുവാനാക്കി ഇങ്ങനത്തെ ഒരു വിഷയത്തെ ലോകത്ത് ഇതുവരേക്കും സ്വീകരിച്ചവണോ ആ പന്തത്തെ ഏറ്റെടുത്തവണോ ഇല്ല, വന്നിട്ടില്ല, ബറകുമില്ല. കാരണം ഖുർആനെ ചെന്നുകൊണ്ടുണ്ടില്ല. ഇനിത്തമാത്തിൽ ഇൻസുവൽ ജിൻ, ലോകത്തുള്ള മനുഷ്യന്മാരും ജിന്നുമാരും എല്ലാവരും ഒത്തുകൂടിയാറും അല അയ്യൂബി മിസ്ലിഖാദൽ ഖുർആൻ, ഇതുപോലത്തെ വേറെ ഖുർആൻ എടുത്തവർ ചെന്നിട്ട് ഉദ്ദേശിച്ചാറ് ഒട്ടുകൂടിയാറ് 6 ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എല്ലാ ജിന്നുകളും സർവറും ഒട്ടുകൂടിയാറ്. മലായികത്ത് ആ വിഷയത്തിൽ കൂടില്ല. മനുഷ്യന്മാരും ജിന്നുമാരും എല്ലാവരും ഒട്ടുകൂടിയാറുണ്ട് വിചാരിക്കാം. അങ്ങനെ ഉദ്ദേശം തരെ ഇതുപോലത്തെ ഖുർആൻ എടുത്ത പറഞ്ഞോണ്ട്. എന്നാലും അങ്ങനെ കൊണ്ടെടുത്ത പറകൂ ലായത്തൂന ബിമിസ്ലി, ഇതിര് പോലത്തെ പരന്നു കൊണ്ടെടുത്തവർക്ക് സാധ്യമില്ല. ഒരൗക്കാന ബാദുഹും ലിബാദിൻ ദഹീറ, എല്ലാവരും പരസ്പരം സഹായിച്ചാൽ ഒത്തല്ല, ഒട്ടുകൂടിയിട്ട് പരസ്പര സഹായിച്ചിട്ട് കൂടിയിട്ട് എല്ലാവരും ഇതിക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയാൽ ഖുർആൻ സമാനമായത് ഗ്രന്ഥത്തെ പറഞ്ഞോണ്ട് അവർക്ക് സാധ്യമേ ഇല്ല, സാധ്യമേ ഇല്ല. ഇനി ഇന്നത്തെ വിജ്ഞാന സയൻസ് അത് എന്ത്ര കണ്ടുപിടിച്ചെങ്കും ഖുർആനിൽ ഉള്ള വിഷയങ്ങളും ഖുർആനെതിരായിട്ട് പിറകു ചാൻസേ ഇല്ല. കാരണം ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെ സംബന്ധിച്ചിട്ട് ശരിക്കും മുൻതുള്ളവൻ അള്ളാഹു മാത്രമായിരിക്കും, റബ്ബുക്ക് മാത്രമായിരിക്കും ഈ ലോകത്തുള്ള സർവ്വ വസ്തുക്കളെ സംബന്ധിച്ചിട്ട് ജ്ഞാനമുള്ള. അപ്പോൾ ആയതുകൊണ്ടിട്ടോ സയൻസ് ഒരിക്കലും ഖുർആനെതിരാവാൻ ചാൻസ് ഇല്ല. അഥവാ ഖുർആനെതിരായിട്ട് വീണ്ടും ചില സയൻസ് വിഷയങ്ങൾ ഇന്നെങ്കും അത് കാലക്രമേണ ചേഞ്ചസ് വിധേയമാവേണ്ടി പണ്ട് അത് ആക്കിയിട്ടേ തീരാറ്. സയൻസിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. സയൻസ് ചൊല്ലത് ഒരിക്കലും അത് നിലനിൽക്കരുതല്ല. ഈ വർഷം ഞങ്ങളെ മക്ക പഠിച്ചതല്ല, 2 വർഷ സയൻസ് അംഗീകരിക്കരുത്. 10 വർഷം മുതൽ ഇന്നെങ്കിലത്തെ പ്ലോട്ടോ ഗ്രഹ, അല്ലെങ്കിൽ 10-20 വർഷത്ത് മുതൽ പ്ലോട്ടോ ഗ്രഹ, 10-15 വർഷത്ത് മുതൽ ഞങ്ങളുടെ സ്കൂൾ ബുക്സുകളെല്ലാം ഞങ്ങൾ പഠിച്ചുകൊണ്ടിൻ്റെ പ്ലോട്ടോ ഗ്രഹ ഇണ്ട് നോക്കുമ്പോൾ അതിക്ക് ഗ്രഹത്തെ സ്ഥാനം ഇല്ല. അതൊരു ക്ഷുദ്രഗ്രഹ, അതൊരു ചെറിയൊരു ഗ്രഹ, അതൊരു ഒറിജിനൽ ഗ്രഹ അല്ലാതെ വിട്ടു ഞങ്ങളെ സയൻസ് ഇണ്ട് ചെന്നുകൊണ്ടിരുന്നെങ്കിൽ ഒരു 10-15 വർഷം മുതൽ ഇന്നത്ര അല്ല ഗാലക്സികൾ ഇണ്ട് ആകാശത്തിലുള്ള ചെന്നിട്ട് സയൻസ് ചെന്നുകൊണ്ടില്ലേ. ഇണ്ട് സയൻസ് ചൊല്ല ബില്യൺ കെട്ട ഗാലക്സികൾ ഉണ്ടുകൊണ്ടാണ്. 20 വർഷം മുന്നോ 10 ലക്ഷത്തോളം ഗാലക്സി ഉണ്ട് ചെന്നെങ്കിലത്തെ സയൻസ്, അതിൽ പിന്നെ തെല്ലേക്ക് കൂട്ടിയെങ്കിലത്തെ സയൻസ്. ഇപ്പോൾ നോക്കുമ്പോൾ ബില്യൺ കെട്ട ഗാലക്സികൾ ആകാശത്തിലുണ്ട് ചെന്നുകൊണ്ടുണ്ട്. അപ്പം അങ്ങനെ അത് പല നിലക്കുള്ള ചേഞ്ചസുകൾക്ക് വിധേയമായോണ്ടിക്കട് അങ്ങനെ ഖുർആനെതിരായിട്ട് സയൻസ് ചിലത് ഉണ്ട് ചാത്തിൽ ഇന്നെങ്കും കുറേ ടൈം കഴിയുമ്പോൾ അത് ഖുർആൻ്റെ ആശയത്തിലേക്ക് എത്തിയിട്ടേ വേണം. അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. കണ്ടുപിടിച്ചിട്ട് ലാസ്റ്റിൽ എത്രയോ വിഷയങ്ങൾ പണ്ട് ഖുർആനെതിരായിട്ട് സയൻസ് ഖുർആൻ കൊത്തു വന്നുകൊണ്ടുണ്ട്. എത്രയോ വിഷയങ്ങളുണ്ട്. ഇനിയും അതങ്ങനെ പണ്ടതായിരിക്കും യാഥാർത്ഥ്യം. ഇനി പരിശുദ്ധമായ ഖുർആൻ അതിൽ വിവരിക്കാത്ത വിഷയം ഈ ലോകത്തിലൊന്നുമില്ല. ഖുർആനിൽ വിവരിക്കാത്ത ഒരു വിഷയവും ഇല്ല. പക്ഷേ അർത്ഥാക്കുകയും ഇത് എന്തിനേ ചെന്ന് കൊണ്ടാവുകയും ആ ശക്തി ഞങ്ങൾക്ക് ചിലപ്പോൾ ഇല്ലാട്ടിക്കും. മാ ഫറത്നാ ഫിൽ കിതാബി മിൻ ഷൈ. അൻആം സൂറത്തിൽ അല്ലാഹു തആല ചെന്നുകൊണ്ടുണ്ട് ഖുർആനിൽ ഒരു വസ്തുതയും ഞങ്ങൾ വിട്ടിട്ടില്ല, ഒരു വിഷയത്തെയും ഖുർആനിൽ ഞങ്ങൾ വിട്ടുപോയിട്ടില്ല. അൻസൽനാ അലൈക്കൽ കിതാബ തിബിയാനൻ ലിക്കുല്ലി ഷൈ. എല്ലാ വസ്തുക്കളെയും എല്ലാ വിഷയത്തെയും ഞങ്ങൾ ഖുർആനിൽ വിവരിച്ചു തരാൻ ചെന്നിട്ട് ഞങ്ങൾക്കത് ഖുർആനിൽ കണ്ടുപിടിക്കുക ആയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉള്ള കഴിവ് കുറവും. ഈ ഖുർആൻ്റെ ഭാഷയെ സംബന്ധിച്ചിട്ടും ഖുർആൻ്റെ ആശയത്തെ സംബന്ധിച്ചിട്ടും അർത്ഥാക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമായിട്ടില്ല ചെന്നിട്ടുള്ള ആളുടെ ഖുർആനില്ലാത്തത് കൊണ്ടല്ല. ഇനി ലോകത്തിൽ ഇത്രയും ഓതപ്പെട്ട ഗ്രന്ഥ
അത് ഖുർആൻ മാത്രം വേറെ ഏതുമില്ല. ഖുർആൻ്റെ അത്ര ലോകത്തിൽ ഓതപ്പെട്ട ഗ്രന്ഥ വേറെ ഇല്ല. അതേപോലെ ഖുർആൻ്റെ അത്ര മനപ്പാടമാക്കപ്പെട്ട ബൈഹാട്ടാക്കപ്പെട്ട ഗ്രന്ഥ ലോകത്തിൽ വേറെ ഏതുമില്ല. ചുരുങ്ങിയത് ലോകത്തുള്ള കോട്ടികെട്ടല മുഅ്മിനീങ്ങളിൽ ഒരു സൂറത്തെങ്കിലും കാണാൻ പഠിക്കാത്ത ഇന്നങ്ങ വാരിക്കോറടിയായിട്ടിക്കിട്. ഒരു സൂറത്തെങ്കിലും കാണാണ്ട് പഠിച്ച കൊള്ളാറ്. ഒരു സൂറത്ത് കാണാൻ പഠിക്കാത്ത ഇല്ലാണ്ട് ചില മുഅ്മിനീങ്ങൾ അത്രയും ഖുർആൻ മനുഷ്യന്മാർ ഹൃദയത്തിൽ വന്നിട്ടെത്തിയത്. ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ നോക്കിയുണ്ടായെങ്കിൽ ലോകത്തിൽ ഒരു ഗ്രന്ഥത്തിലും ഇത്രയും വ്യാഖ്യാനങ്ങൾ ഇത്രയും വ്യാഖ്യാനങ്ങൾ ലോകത്തിൽ വേറെ ഇക്കല. അപ്പോൾ ഇത്രയും പൂർണ്ണമായ ഗ്രന്ഥമായ ഈ ഖുർആൻ എന്തിനെ ചെന്നിട്ടു അർത്ഥാക്കുകയോ ഞങ്ങളെ കൊണ്ട് സമയമായിട്ട് ആയിട്ടില്ല. ഖുർആൻ്റെ ഉള്ളടക്കങ്ങളും ഖുർആൻ്റെ സന്ദേശങ്ങളും ഖുർആൻ്റെ എച്ചരിക്കകളും ഖുർആൻ്റെ സന്തോഷ വാർത്തകളും ഖുർആൻ്റെ ചരിത്രങ്ങളും ആ ഖുർആൻ്റെ പല തന്ത്രങ്ങളായ വിഷയങ്ങളും ഞങ്ങളെ കൊണ്ട് മനസ്സിലാക്കുക സാധ്യമായിട്ടില്ല. ഖുർആൻ ചൊല്ലത് എങ്ങനെ ഓതിയെങ്കും കൂലി കിട്ടു, അർത്ഥ ഗൊന്തിന്നെങ്കും ഗൊന്തില്ലെങ്കും ഖുർആൻ കൂലി കിട്ടു. ചിലാർ ചൊല്ലെ അർത്ഥ ഗൊന്തിന്നെ മാത്രം കൂലി കിട്ടുന്നുണ്ട്, അങ്ങനെ എന്തില്ല. ഖുർആൻ അർത്ഥ ഗൊന്തിന്നിട്ട് ഓതിയെങ്കും അർത്ഥ ഗൊന്തില്ലാണ്ട് ഓതിയെങ്കും കൂലി കിട്ടു, കൂലി കുറഞ്ഞില്ല. പക്ഷേ അർത്ഥ ഗൊന്തിന്നുണ്ടായെങ്കിൽ കൂലി വ്യത്യാസമുണ്ടോ, കൂലി ആറെ കിട്ടും. ഖുർആൻ്റെ അർത്ഥപ്രകാരം നിങ്ങൾ മനസ്സിലാക്കേണ്ടതെങ്കിൽ നിങ്ങൾക്ക് കൂലി ആറെ കിട്ടും. കിതാബുൻ അൻസൽനാഹു ഇലൈക മുബാറക്, നബിയെ നിങ്ങളെ മേൽ ഇറക്കപ്പെട്ടെങ്കിലത്തെ പരിശുദ്ധ ഖുർആൻ അത് വലിയ ബറക്കത്തുള്ള ഗ്രന്ഥമായിരിക്കും. ലിയദ്ദബ്ബറു ആയാതിഹി, ഖുർആൻ്റെ ആയത്തുകളെ അങ്ങ് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ മേൽ ഇറക്കിയത്. നിങ്ങളെ മേൽ ഇറക്കിയെങ്കിലത്തെ ഈ കിതാബ് അത് ആൾമാർ അതിന് അർത്ഥങ്ങൾ ചിന്തിക്കണോ. ഖുർആൻ്റെ ആയത്ത് ഓദ്യങ്ങ വയ്യാവില്ല, അത് അർത്ഥം ചിന്തിക്കണോ. ഖുർആൻ ചെന്നുകൊണ്ടുണ്ടോ ഇനൊരു ജാഗിൽ ഒരു പ്രശ്നാർത്ഥക ചിഹ്നായിട്ട് കേട്ടുകൊണ്ടുണ്ടോ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ, എന്തേ ആൾമാർ ഖുർആൻ്റെ അർത്ഥ മനസ്സിലാക്കില്ല, ഖുർആൻ്റെ ഉള്ളടക്കങ്ങളായ ആശയങ്ങൾ എന്തേ ആൾമാർ മനസ്സിലാക്കില്ല, ഖുർആൻ എന്തേ അർത്ഥ ചിന്തിച്ച് ഓതില്ല. ഖുർആൻ ചോദ്യം കേട്ടുകൊണ്ടുണ്ടോ ആയതുകൊണ്ടിട്ടോ ഈ പരിശുദ്ധമായ ഖുർആൻ്റെ തഫ്സീറുകൾ വ്യാഖ്യാനങ്ങൾ ഞങ്ങൾ നല്ലതുപോലെ പഠിക്കണം. അൽഹംദുലില്ലാഹ് ഉണ്ട് മുസ്ലിം പള്ളികളിൽ, പ്രത്യേകിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പള്ളികളിൽ പല നിലക്കുള്ള ഘട്ടങ്ങളായിട്ട് പല ടൈമിലായിട്ട് ഖുർആൻ്റെ നല്ലതുപോലെ വിശദീകരണങ്ങൾ കേൾക്കുകയോ പഠിക്കുകയുള്ള അവകാശങ്ങൾ ഉണ്ട്. ഞങ്ങൾ മീനിങ് കിട്ടിയോണ്ടുണ്ട്, വിശാലമായിട്ട് കിട്ടിയോണ്ടുണ്ട്. ഖുർആൻ ചൊല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ബുക്ക് പിടിച്ചിട്ട് ഏതെങ്കിലും ഒരു പരിഭാഷ പിടിച്ചിട്ട് അത് ആറ് എഴുതിയതായെങ്കിലും അതിനുമേൽ ഡിപ്പെൻഡായിട്ട് മാത്രം അർത്ഥാക്കിയത് കൊണ്ട് ഖുർആൻ എവിടെയും എത്തില്ല. ഖുർആൻ അത് നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ഖുർആൻ്റെ തഫ്സീറുകളെല്ലാം നോക്കിയിട്ട് നല്ലതുപോലെ അതിലെ എല്ലാ ഭാഗങ്ങളും ചിന്തിച്ചിട്ടുള്ള ആ ശൈലിയിൽ ഉള്ള വ്യാഖ്യാനങ്ങൾ കേട്ടെങ്കിൽ മാത്രമേ ഖുർആൻ അവിടെ കാലിയൊരു നേരെ ട്രാൻസ്ലേഷൻ ചെന്നിട്ടു ആപ്പുകളും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുക്കുകൾ കണ്ടതുകൊണ്ടായില്ല. അതിന് നല്ല തഫ്സീറുകളെല്ലാം മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ആശയങ്ങളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് കിട്ടിയാൽ മാത്രമേ ഖുർആൻ വ്യാഖ്യാനം അവിടെ. അല്ലെങ്കിൽ ഖുർആൻ ഒരു അർത്ഥം ഇങ്ങനെ നോക്കി ഖുർആൻ ഇത്ര വലിയ വൈഭവീകരിച്ചിട്ട് ഭാര്യ വലിയ അങ്ങനെ പോലെ ഇങ്ങനെ പോലെ ചെന്ന ഖുർആൻ ഇത്ര മാത്രം ഉല്ലമാ ചെന്നിട്ട് ഖുർആൻ്റെ ഒരു സങ്കുചിത മനോഭാവത്തിൽ കാണും ചാൻസസ് ആയോണ്ടുണ്ടോ അതിലെ അർഹമായ വ്യാഖ്യാനങ്ങൾ അർഹ പോലെ മനസ്സിലാക്കാവാത്തത് കൊണ്ടിട്ടു. അപ്പോൾ അർത്ഥാക്കുകയും തെരിയണം ഖുർആൻ എങ്ങനെ ചെന്നിട്ടു അർത്ഥാക്കുകയും നമ്മളെ കൊണ്ട് സാധ്യമാവണോ. അതിക്ക് തഫ്സീറുകളെല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് ഖുർആൻ പഠിച്ചെങ്കിൽ ആ ഖുർആൻ്റെ ഒറിജിനലായ നിലക്കുള്ള സന്ദേശങ്ങൾ കിട്ടുമോ ചാൻസസ് ഉള്ളേ. ഏതാണെങ്കിലും ഇമാമിങ്ങ പിടിമാറ്റിയത് ഫഇന്ന അഅ്ളമൽ ഉലൂമി മിഖ്ദാറ, ഇൽമുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്വമുള്ള സ്ഥാനമുള്ളെങ്കിലത്തെ ഇൽമു അർഫാഹ ഷറഫ, ഏറ്റവും ഉയർന്ന സ്ഥാനത്തിൽ നിൽക്കുക ഇൽമു അത് ഇൽമു തഫ്സീർ ആയിട്ട് ഇൽമു ഖുർആൻ വ്യാഖ്യാനം പഠിക്കുന്ന ഇൽമു.
ഖുർആൻ വ്യാഖ്യാന പഠിക്കലേ ചൊല്ല ഇൽമോ ഖുർആന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കടേ ഖുർആൻ ആശയങ്ങൾ മനസ്സിലാക്കടേ ചൊല്ലെങ്കിട്ട് ഖുർആൻ വ്യാഖ്യാന ക്ലാസ്സുകൾ അത് ഇൽമുകളെ കൊടുത്തിൽ വലിയ സ്ഥാനമുള്ളതും ഉന്നതമായ പവർഫുള്ളായ വലിയ പവറുള്ളെങ്കിത്തെ ഇൽമു ചെന്നിട്ട് ഇമാമിങ്ങ പടിമാട്ടുമ്പോൾ ആ ക്ലാസ്സുകളിലേക്കാണ് ഞങ്ങൾക്ക് പ്രവേശിക്കട് വലിയ സ്ഥാനമുള്ള പവർഫുള്ളായ ഖുർആന്റെ ആശയങ്ങൾ മനസ്സിലാക്കേണ്ട ക്ലാസ്സുകളാണ് ഇനി ഞങ്ങൾ കേൾക്കുള്ളൂ. അതുപോലെ കേട്ടിട്ട് ഉൾക്കൊണ്ടിട്ടു അള്ളാഹുടെ കലാമുടെ ആ അജായിബ് അത്ഭുതങ്ങൾ മനസ്സിലാക്കിയിട്ട് യഥാർത്ഥ ഖുർആന്റെ വാഹകന്മാരായി ജീവിക്കുന്ന തൗഫീക്ക് നൽകട്ടെ. ഖുർആൻ പഠിച്ചതുകൊണ്ട് ഖുർആൻ നാളെ കൈപ്പിടിച്ചിട്ട് സ്വർഗത്ത് കയർത്തുകൊണ്ട് ശുഫാറസുദാറായിട്ട് അള്ളാഹു ഞങ്ങളെ ആ ഖുർആനാക്കി തരുമാറാകട്ടെ. ഖുർആൻ ഞങ്ങളെ ദുനിയാവാഖിറ വിജയത്തെ കാരണമാക്കി തരുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും കടങ്ങളും ബലാഹുകളും സിഹിറുകളും ശത്രുക്കളും എല്ലാ ശല്യങ്ങളും എല്ലാ ബുദ്ധിമുട്ടുകളെ തൊട്ട് സലാമത്താവുകയും ഇതുപോലെ ഇൽമുടെ മജ്ലിസ് അല്ലാഹു കാരണമാക്കി തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.